വാവ പൊങ്ങിക്കടാ വാവോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലേ എവിടെ എൻ്റെ കുഞ്ഞിത്താത്ത? എൻ്റെ കുഞ്ഞിത്താത്താനെ അങ്ങോട്ട് കാണാനില്ലല്ലോ. മോമ തിന്നാണ്ട് പോയിട്ട് പിന്നീട് കണ്ടിട്ടില്ലല്ലോ. എവിടെ ഉള്ളേ? കുഞ്ഞിത്താത്ത വിച്ചോക്ക്, കുഞ്ഞിത്താത്ത വിച്ചോക്ക്. ഇമ്മയും മകനും കൂടി നല്ല വിശേഷം പറിച്ചില്ല. കരച്ചിലൊക്കെ കഴിഞ്ഞാണാവോ? ഇപ്പൊ വലിയ കുഴപ്പം കാണാനില്ലമ്മ. നേരത്തെ കുറച്ചു നേരം കരഞ്ഞ്. എനിക്ക് തോന്നുന്നത് ഈ കാല് ഇളകുമ്പോഴാണ് തോന്നുന്നത് വേദന ആവണത്. അത് പിന്നെ കാലിലല്ലടി കുത്തിവെപ്പ് എടുത്തിക്കണത്. അപ്പൊ ഇളകുമ്പോ വേദന ഒക്കെ ഉണ്ടാവും. എന്നാലും ഇങ്ങനെ ഇളക്കി കൊടുക്കണം എന്നാണ് പറയാ. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ കല്ലപ്പായാലേ പിന്നെ കുറേ കാലത്തിന് വേദന മാറൂല. അതന്നെയാണ്. തൊട്ടിയിൽ കിടക്കണില്ലല്ലോ. തൊട്ടിയിൽ കിടക്കുമ്പോൾ തൊട ഇളകുണ്ടാവേ. കയ്യിലിട്ട് ഇങ്ങനെ ആട്ടിയ ഓനക്ക് നല്ല സുഖ. തൊട്ടിൽക്കാ അല്ലെങ്കിൽ കട്ടുമ്പൊക്കാണ്ട് കിടത്തിയ അപ്പൊ തുടങ്ങും കേ കേ പറയല്. അല്ല എവിടെ കുഞ്ഞിത്താത്ത? ഈ വൈക്കൊക്കെ കണ്ടിട്ടില്ലല്ലോ ചോറുന്നാണ്ട് പോയിട്ട്. ഓള് ആരിസിന്റെ ഇപ്പം പീടിയേക്ക് പോയി. ആരിസ് പീടിയെ പോവാനുള്ള ഒരുക്കാണെന്ന് കണ്ടപ്പോഴേ ഓനെ ചുറ്റിപ്പറ്റി നടക്കായിരുന്നു. ഇപ്പതാ സ്കൂട്ടിമ്മ കയറി രണ്ടാളും കൂടിയും പോയിട്ടുണ്ട്. അത് ശരി, വെറുതെ അല്ല ഇങ്ങോട്ട് കാണാത്തത്. ഞാൻ ചെക്കനോട് ചോദിക്കായിരുന്നു എൻ്റെ കുഞ്ഞിത്താത്താനായിട്ട് കണ്ടിട്ടില്ലല്ലോ എന്ന്. പിന്നില്ലമ്മ, മരുന്നിനും സാധനത്തിനൊക്കെ എത്രയാവുകയെന്ന് വെച്ചാലേ നിങ്ങൾ പറയോണ്ടിട്ടാ. ഓനോട് ചോദിച്ചോ ഓൻ പറയൂല്ല. ഞാൻ ഓനക്ക് GPay ചെയ്ത് കൊടുത്തോണ്ട്. പിന്നെ ഇനിയിപ്പോൾ ജാത് ഇട്ട് കൊടുക്കാൻ നിൽക്കല്ലേ. അത് ഓൻ കൊടുത്തോളൂ. അതിനാണ്ടി ആവുമൊന്നുമില്ല ഇപ്പം. അത് ഓൻ കൊടുത്തോളൂ. ഓൻ കൊടുക്കാഞ്ഞിട്ടല്ലമ്മ, ഇപ്പം ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. മാത്രമല്ല ആദ്യത്തെ പോലെ ഒന്നല്ലോ. ഇനിയിപ്പോൾ ഓനക്ക് ഓൻ്റെതായ ചുറ്റുപാടുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവൂലേ. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും ഓനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. എൻ്റെ അർഷടിയും കാര്യങ്ങളും നോക്കാൻ ഇപ്പം ഞങ്ങളെ മാപ്പിളാരും നമ്മളൊപ്പിയൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇപ്പം എന്തിനാ പോൻ്റെ കയ്യിലുള്ളതും കൂടിയും ചിലവാക്കിയിരിക്കണത്? ഈ പൈസ ഞാൻ ഇട്ടെടുത്തോണ്ട് എൻ്റെ അടുത്ത് ഇല്ലായൊന്നും ഇല്ലല്ലോ. എന്നാ പിന്നെ നിങ്ങളെ മട്ടത്തിന് എന്താച്ചാ കാട്ടിക്കാളി. അല്ലമ്മ, പെണ്ണാ ചോറ് മുഴുവൻ തിന്നാ? എവിടുന്ന് മോളെ? അതാ പ്ലേറ്റിൽ വാങ്ങി വെച്ചിട്ടേ ഒറ്റയ്ക്ക് തിന്നാന്നും പറഞ്ഞിരുന്നിട്ട് അടിയിൽ മൊത്തവും കളഞ്ഞെന്നല്ലാതെ ഓളെ തൊള്ളേക്ക് പോയിട്ടില്ല. പിന്നെ ആരിസും ഞാനുമായിട്ട് ഇടക്കും തലക്കും വാരി കൊടുത്തോണ്ടേ എന്തായാലും വയറെന്നറിയാനുള്ളതായിക്കണ്. പിന്നെന്നിപ്പോ വേവ് കൂടിയോണ്ട് ഓൾക്ക് തിന്നാൻ പറ്റിയ ചോറുമല്ലേ. മരിയോളെ ബിരിയാണി എന്തായാലും അടി പിടിച്ചതും വേവ് കൂടിയതൊക്കെ പാടിയായിട്ടേ ഇറക്കി ഇറക്കി വിടാൻ മാനം കിട്ടിക്കണ്. ഞാൻ ഓളെ മുന്നിൽ നിന്ന് എങ്ങനെ അതവിടെ വെക്കാന്ന് വിചാരിച്ചിട്ടേ തള്ളി വെള്ളം കുടിച്ച് വിട്ടതാണമ്മ. ആരിസേ